നമസ്കാരം. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പെട്ടെന്നാണ് ശ്രീലച്ചിൻ്റെ അച്ഛൻ മരിച്ചത്. അറിയാമല്ലോ, കുറച്ച് ദൂരെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. വേറൊന്നും കൊണ്ടല്ല, ഹീലിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹീലിടലേ ഇല്ല. അതെന്താ നിങ്ങൾക്കറിയില്ലേ? ഞാനിപ്പം എന്താ പറയണത്, നിങ്ങൾക്കൊക്കെ കാണാത്തത് കാണുമ്പം തീട്ടത്തിൽ കൊണ്ട് ആറാട്ടുന്നൊരു ചൊല്ലുണ്ട്. അതായിരിക്കും സംഭവം. ഞാൻ പണ്ടേ, അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ടേ പാൻറ്റും അതുപോലെ തന്നെ ജീൻ ഷർട്ടും പിന്നെ അതേപോലെ തന്നെ ആ ഹീൽ ചെരുപ്പും ഒക്കെ ഇട്ട് നടന്നു തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഹീൽ ഇടണ്ടെന്ന് വെച്ച് ഞാൻ ഇടുന്നില്ല. നിങ്ങൾ തുള്ളുന്ന പോലെ തന്നെ ഞാൻ തുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുവാടേ, ഞാൻ എൻ്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇന്നും ഇന്നലെയും തുടങ്ങിയെന്നല്ല. എൻ്റെ ടിക്ടോക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടിനാ വളിത്താത്തി അതുപോലെ തന്നെ അരുണേ, ഞാൻ ആദ്യം ഒന്ന് മറ്റേ ടിക്ടോക്കെല്ലാം പോയിട്ട് നോക്ക് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ അകത്തൊക്കെ നടന്നത് എന്നുള്ളത്. അധികം ചിലക്കല്ല കേട്ടോ. ചലഞ്ച് ഏറ്റെടുത്താൽ നീ എന്ത് ചെയ്യും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ചലഞ്ച് ഞാനങ്ങ് ഏറ്റെടുക്കുന്നു. നീ എന്താടാ ചെയ്യുക? ഒന്നും ചെയ്യൂല. ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഓളെ ഇങ്ങനെ കാണിച്ചിട്ട് അത് അങ്ങനെ തന്നെ ആൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ. അവിടെ വെറും വായിൽ വർത്താൻ ചാനലിൽ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാനങ്ങ് അതിൻ്റെ അകത്ത് വേറെ കയറ്റലാണ് ആൾക്കാർ. ആൾക്കാർക്ക് മനസ്സിലായടോ, നീ അതായത് ജസ്ന സലീം എന്ന വ്യക്തി ഹണി ട്രാപ്പുകാരിയാണ് എന്നുള്ളത് ഞങ്ങളൊന്നും പറഞ്ഞല്ല, ആൾക്കാർ അത് മനസ്സിലാക്കി തുടങ്ങി. നീ തട്ടിപ്പ് വീരത്തിയാണ് എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ഇനി വിശ്വസിക്കൊന്നുമില്ല. ആരും വിശ്വസിക്കില്ല. നിൻ്റെ അടുത്ത് ഇനി ആണുങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചൊരകലം പാലിക്കും. കാരണം അതെല്ലാവർക്കും അറിയാം. അറിയുന്നത് കൊണ്ട് മനസ്സിലായിനകത്തെ